ഗണങ്ങളുടെ നായകനായതിനാലാണ് ഗണപതി എന്ന പേര് ഭഗവാന് ലഭിച്ചത്. ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്നും പ്രഭാതത്തിൽ നൽകുന്ന പ്രസാദത്തിൽ പൂവും കളഭവും കരിയും ഉണ്ടായിരിക്കും. ക്ഷിപ്രപ്രസാദിയായ ശ്രീ മഹാഗണപതിക്ക് സമർപ്പിക്കുന്ന വിശിഷ്ട വഴിപാടായ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെ പ്രസാദമാണ് കരി. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോമത്തിന്റെ പ്രസാദം ദിവസവും ഭക്തർ ധരിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വിഘ്നമുണ്ടാകില്ല. സ്വന്തം പേരിലും നാളിലും നടത്തുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന്റെ പ്രസാദം സൂക്ഷിച്ചു വെച്ച് ധരിക്കാം. 8 നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യം ചേർത്താണ് നിത്യവും ക്ഷേത്രങ്ങളിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത്. ഉണങ്ങിയ നാളികേരമാണ് ഹോമത്തിന് ഉപയോഗിക്കുക. തേങ്ങ, ശർക്കര, തേൻ, കരിമ്പ്, അപ്പം, അട, മലർ, പഴം എന്നിവയാണ് അഷ്ടദ്രവ്യങ്ങൾ. വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി ക്ഷേമവും ഐശ്വര്യവും വർദ്ധിപ്പിക്കാനാണ് ഗണപതി ഹോമം നടത്തുന്നത്. ഏത് കർമ്മം ആരംഭിക്കുന്നതിന് മുൻപും ഗണപതിയെ വന്ദിക്കുന്നതാണ് ഗണപതി ഹവനം. ഗണപതി സ്മരണയോടെ ചെയ്യുന്ന പ്രവൃത്തികൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാം എന്നാണ് വിശ്വാസം. സിദ്ധി, ബുദ്ധി, ഐശ്വര്യം ഇവയെല്ലാം നൽകുന്ന അഭീഷ്ടദായകനാണ് ഗണേശൻ. ഗണപതി വന്ദനത്തിന്റെ ഭാഗമായി ഗണപതിക്കൊരുക്ക് പതിവാണ്. ഗൃഹപ്രവേശത്തിന് മുൻപും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോഴും കേതുദോഷം കാരണം മംഗല്യം വൈകുമ്പോഴും ഗണപതി ഹോമം പതിവാണ്. ഓരോ ആവശ്യത്തിനും ഓരോ ദ്രവ്യങ്ങളാലാണ് ഗണപതി ഹോമം നടത്തുക.